നമസ്കാരം. കോൺഗ്രസിന്റെ ശക്തനായിട്ടുള്ള ഒരു എം.എൽ.എ തന്നെയായിരുന്നു നമ്മുടെ പാലക്കാട് എം.എൽ.എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികളും മിക്കവാറും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെയായിരുന്നു ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയും അതുപോലെ തന്നെ അധപതനവും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ ഒരു പേരെടുക്കുകയും പാർട്ടിയിൽ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. പക്ഷേ അതേപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വീഴ്ചയും എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പം ഒരു 3-4 പീഡന കേസിലെ പ്രധാന പ്രതിയാണ്. കുറച്ച് നാള് ജയിലിലായിരുന്നു, ഒളിവിലായിരുന്നു. അങ്ങനെ പിന്നീട് പോലീസ് പിടിക്കുകയും കുറച്ച് നാള് റിമാൻഡിൽ ജയിലിൽ കഴിയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ നിലവിൽ അദ്ദേഹം പാലക്കാട് എം.എൽ.എ ആയിട്ട് തുടരുന്നുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെതിരെയുള്ള പീഡന കേസ് ഇപ്പം കോടതിയിൽ ഇങ്ങനെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഇലക്ഷന് അടുത്ത് വരികയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താൽക്കാലികമായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ ഒതുക്കി വെച്ചതാണ് എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് സ്ത്രീകളെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭചിത്രം നടത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ സ്ത്രീകൾ പരാതി കൊടുത്തത്. അങ്ങനെ പരാതി പോലീസ് സ്വീകരിക്കുകയും ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 1-2 കേസിൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം പാലക്കാട് ഉണ്ട്. ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ഈ ഫോണിന്റെ പാസ്വേഡ് നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ഈ ഒരു ആവശ്യത്തെ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് ഈ ഒരു കോടതിയുടെ ഈ ഒരു ആവശ്യം പരിഗണിക്കേണ്ടതിൽ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന കേസിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളുടെ പാസ്വേഡ് കൈമാറണമെന്ന തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുലിന്റെ 2 ഫോണുകളുടെ പാസ്വേഡ് വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കീഴ്ക്കോടതി അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ രാഹുൽ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. അതേസമയം ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലും പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വലിയ പിന്തുണ തന്നെയാണ് നൽകുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രാഹുലിനൊപ്പം വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിലാണ് പ്രാദേശിക നേതൃത്വം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് തന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാമെന്നും അല്ലാത്ത പക്ഷം മാറി നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം താൻ സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകരുടെ സ്നേഹത്തിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. നിലവിൽ 3 പീഡന കേസുകളാണ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 മൊബൈൽ ഫോണുകളുടെ പാസ്വേഡ് കൈമാറണമെന്ന തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് രാഹുലിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മുൻനിർത്തിയാണ് പാസ്വേഡ് നൽകാൻ സാധിക്കില്ലെന്ന നിലപാട് രാഹുൽ കോടതിയിൽ അറിയിച്ചത്. പീഡന കേസുകളിൽ അറസ്റ്റിലാവുകയും പിന്നീട് നിയമ നടപടികൾ നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലും പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വവും അണികളും രാഹുലിന് ഉറച്ച പിന്തുണ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കോൺഗ്രസ് നേതാക്കളുടെ വാദം ഇതിനോടകം തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്.